നമസ്കാരം, മഞ്ഞപ്ര വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ടിറ്റോ കോലഞ്ചേരി. GSM വിമൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പൊയ്ത്തുരുത്ത് കൃഷി പാഠശാലയിൽ വെച്ച് മാതൃദിനാചരണം നടത്തി. +2 പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ നേടി നാടിന് അഭിമാനമായ പൊയ്ത്തുരുത്തിലെ ഇരട്ട സഹോദരിമാരായ നവ്യ ഡേവിസിനെയും നവീന ഡേവിസിനെയും അവരുടെ മാതാവ് ആനി ഡേവിസിനെയും ചടങ്ങിൽ അനുമോദിച്ചു. വാർത്ത കാണാം. തെളിയുന്നോർമ്മയാണമ്മ, ഒരു കളിക്കുന്ന പോലോർമ്മതൻ ചില്ലയിൽ പുഞ്ചിരി പൊഴിക്കുകയാണമ്മ. നന്മയുടെ പാഠങ്ങൾ ചൊല്ലിപ്പഠിപ്പിച്ച ഗുരുനാഥയാണ് എനിക്കമ്മ. കുസൃതികൾക്കെപ്പോഴും പരുതികൾ വരച്ചിട്ട കാവലാളായിരുന്നമ്മ. പാദങ്ങളിടറാതെ ഇരുൾ വഴികൾ പിന്നിടാൻ വഴിവിളക്കാണുമെന്നുമമ്മ. ജീവിതപാതയിൽ വെയിലേറ്റുവാടവേ സ്വാന്തന തണലാണെൻ്റെ അമ്മ. ഈ മാതൃദിനാചരണത്തിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അമ്മമാരെയും GSMന്റെ പേരിലും ഈ പൊയ്ത്തുരുത്ത് കൃഷി പാഠശാലയുടെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ ഈ പൊയ്ത്തുരുത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹത്വപൂർണമായിട്ടുള്ള മാതൃദിനത്തിന്റെ ആശംസകൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി നേരുകയാണ്. വളരെ ചെറിയ രീതിയിലാണ് നമ്മളിവിടെ ഈ ആഘോഷം പങ്കിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ക്ലാസ് വെക്കാത്തതിന്റെ കാരണം അതൊരു ബോറിംഗ് പരിപാടി ആയതുകൊണ്ടാണ്. നമ്മളൊരാളെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈം ലിമിറ്റ് വെക്കാൻ പറ്റുന്നില്ല നമുക്ക്. അപ്പോൾ ആ ആള് നീണ്ടു പോകുമ്പോൾ അത് വിരസമായി പോകുന്നു. അതുകൊണ്ടാണ് അമ്മമാർ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ ഷെയറിംഗ് ആണ് ഇന്ന് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. എല്ലാ അമ്മമാർക്കും മാതൃദിനത്തിൻ്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ. അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വയലാർ രാമവർമ്മ കവിത എഴുതാൻ തുടങ്ങുമ്പോൾ അമ്മയല്ലാതെ ഒരു ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പേ അവനെ സ്നേഹിച്ചു തുടങ്ങിയതാണ്. ഞാനൊക്കെ നിങ്ങളെ സ്നേഹിക്കുന്നതും ചിരിക്കുന്നതും നേരിട്ട് കണ്ടിട്ടാണ്. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പേ തന്നെ അവനെ രൂപപ്പെടുത്താൻ മാതൃഹൃദയവും ആ ഗർഭപാത്രവും സജ്ജമായിരുന്നു. ഇനി നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ ഒരുപാട് ആശംസയല്ല, ഞാൻ 2-3 കൊച്ച് ഒരു 3-4 അമ്മമാരെ പരിചയപ്പെടുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് പറ്റിയ അമ്മ ഏതാണെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒരപ്പൻ ഒരിക്കൽ പറഞ്ഞു, ഇപ്പോൾ എല്ലാ സംഭവത്തിലെയും അപ്പൻ ഞാനാണല്ലോ. പെണ്ണ് കാണാൻ ചെന്നപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. കല്യാണത്തിന് 1 മാസം ബാക്കിയുള്ളപ്പോൾ ഫോണിലൂടെ അവൾ എൻ്റെ കാമുകിയായി. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ ഭാര്യയായി. വാത്സല്യവും സ്നേഹവും തന്നു അവൾ എൻ്റെ അമ്മയായി. എനിക്ക് അസുഖം വന്നപ്പോൾ, പനി പിടിച്ച് കിടന്നപ്പോൾ അവൾ എൻ്റെ ഡോക്ടറായി. മറ്റുള്ളവർ എന്നെ വിമർശിക്കുമ്പോഴും കുറ്റം പറയുമ്പോഴും എനിക്ക് വേണ്ടി വാദിച്ച് അവൾ വക്കീലായി. ശത്രുവിനെ പോലും സ്നേഹിക്കാൻ, സ്നേഹം കൊണ്ട് കീഴടക്കാൻ പഠിപ്പിച്ച് അവൾ എൻ്റെ അധ്യാപികയായി. ഇടയ്ക്ക് കുറുമ്പ് കാണിച്ച് അവൾ എൻ്റെ മകളായി. മാതൃത്വം നെഞ്ചിലേറ്റി എനിക്കൊരു പൊന്നമ്മൻ പുത്രൻ തന്നപ്പോൾ അവൾ അമ്മയായി, മാതാവായി. വിശന്ന് വന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ട എല്ലാ ആഹാരവും ഉണ്ടാക്കി തന്ന് അവളൊരു വേലക്കാരിയും പരിചാരികയും അടുക്കളക്കാരിയുമായി. ഒരു ജന്മം മുഴുവനും എനിക്ക് വേണ്ടി ജീവിച്ച് അവൾ എൻ്റെ എല്ലാമായി സന്തോഷമായി ജീവിക്കുന്നു. എങ്ങനെയുണ്ട് അമ്മ? പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഒരു അമ്മയാണ് വീട്ടിലെ എല്ലാം വഴക്കുണ്ടാക്കുന്നതും മക്കളെ നേരെയാക്കുന്നതും ഭർത്താവിനെ നേരെയാക്കുന്നതും കുടുംബം ശരിയാക്കുന്നതും
ഒക്കെ ഒരമ്മ തന്നെയാണ്. ആ അമ്മ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുടുംബം നല്ല ഭംഗിയായിട്ട് പോകും. അത് തന്നെയാണെന്നില്ല, മക്കൾ വരുമ്പോഴും ഒക്കെ ആണെങ്കിലും വരുന്ന തന്നെ സാവധാനം സാർ പറഞ്ഞ ഒരു ഭക്ഷണം കഴിക്കാൻ സമയത്തൊക്കെ പറയും. ഇത് ഞാൻ ഈ ബൈക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഒരു അഭിപ്രായം. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു വീട്ടിൽ കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ അമ്മമാരാണ് ആ വീട്ടിലെ ഏറ്റവും വലിയൊരു മാതൃക എന്ന് വെച്ചാൽ അവര് സഹിക്കാം, അത് ക്ഷമിക്കണം. ക്ഷമിച്ചാലേ നമുക്ക് അവിടെ ഒരു അനുഗ്രഹം ഉണ്ടാവുള്ളൂ. ത്യാഗമല്ലേ അമ്മ കാണപ്പെടുന്നതാം ദൈവമല്ലേ അമ്മേ അമ്മേ. അങ്ങനെ അത് തന്നെ ദൈവമാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മ ആയിരുന്നു. 10 മക്കൾ ഉണ്ടായിരുന്നു ഞങ്ങൾ. ഈ 10 മക്കളെ നൊന്ത് പ്രസവിച്ച അമ്മ സുഖമെന്തെന്നോ സ്നേഹമെന്തെന്നോ അറിഞ്ഞിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ അതായിരുന്നു സുഖം. 10 മക്കളുടെ ആ ദുരിതവും ത്യാഗവും അതായിരുന്നു സുഖം എന്നാണ് എൻ്റെ അനുഭവം പഠിപ്പിച്ചത്. നമ്മളെങ്ങനെയെങ്കിലും പഠിച്ചൊരു കര കയറണം, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമായിരുന്നു അന്നത്തെ ദൈവത്തിനുള്ള പ്രാർത്ഥന. അമ്മ നിലത്ത് കൈകുത്തി വീണിട്ടില്ല എന്ന് പറയും. അതായത് പഠിച്ചിട്ടില്ല. ഞങ്ങൾ ഈ 9 ആളും പഠിച്ചു. ഒരു ചേച്ചിയോട് പഠിക്കേണ്ട പാട്ടുപണിക്ക് പോകുമ്പോൾ ആ ചേച്ചി അത് കേട്ടു, അതിനനുസരിച്ച് പോയി. ചേച്ചി പിന്നെ പഠിച്ചില്ല. അമ്മയിൽ നിന്നും ടീച്ചർക്ക് ഈ അമ്മ എന്ന് പറയുന്നത് ഏറെ സംതൃപ്തി നൽകുന്നുണ്ടോ? ആ അമ്മയിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യം എല്ലാം ക്ഷമിക്കാനുള്ള ഒരു പവർ കിട്ടിയിട്ടുണ്ട്. അതാണ് തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറഞ്ഞ പോലെ നിസ്സാര കാര്യത്തിന് സങ്കടം വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലും ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് ഞങ്ങൾ ശീലിച്ചത്. നല്ല ചെയ്താലും ചീത്ത ചെയ്താലും അച്ഛൻ്റെ എല്ലാം A+ ഒന്നും ഇല്ലാട്ടോ വന്ന് എല്ലാം ശരിയാണ്. 100 മാർക്ക് കിട്ടിയാച്ചാന്ന് പറഞ്ഞാൽ പഠിക്കാനല്ലേ പോണത്, പിന്നെ മാർക്ക് കിട്ടൂലേ? അങ്ങനെയൊക്കെ ഒരു പെൻസിൽ പോലും നമുക്ക് വാങ്ങി തരില്ല. അങ്ങനെ ഞാൻ സ്കൂളിലായാലും മാതൃകാപരമായിട്ട് നമുക്ക് പെരുമാറിയിട്ടുണ്ട്. പക്ഷെ മക്കള് നമ്മൾ വിചാരിച്ച അത്ര ഉയർന്നു വന്നില്ല. അവർക്ക് കുറച്ചുകൂടി സുഖ സൗകര്യങ്ങളോ കൊടുത്തു. പിന്നെ അച്ഛൻ്റെ രോഗാവസ്ഥയിൽ അവർക്ക് അവരുടേതായ ഒരു കണ്ടുപിടിക്കാൻ പോകാനോ ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. എനിക്ക് 2 ചെറിയുമ്പോൾ വേണ്ടിയിരിക്കണം. അങ്ങനെയുള്ളൊരു ചിന്താഗതിയായിരുന്നു അച്ഛൻ. ഇവിടെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നില്ലാന്ന് അത് നമ്മളുടെ ഒരു ഇതാണ്, നമ്മളുടെ ഒരു സ്വാർത്ഥതയാണോ അത്? നമ്മളാണോ അത് ഉയരുക? അത് നമുക്ക് പലർക്കും പറ്റിയേക്കുന്ന ഒരു കാര്യമല്ലേ? പ്ലാൻ ചെയ്യുന്നത് അല്ലേ? നമ്മളെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് നമ്മള് മക്കളായിരിക്കണം പ്ലാൻ ചെയ്യുന്നത് അല്ലേ? ഏറെ അമ്മമാരും ഒരു വാശി പിടിക്കുന്നുണ്ട്. കൂടുതലും അപ്പന്മാരും കൂടുതലും അമ്മമാരല്ലേ? നിങ്ങളത് എഗ്രി ചെയ്യുന്നുണ്ടോ? നമ്മളുടെ വഴിക്ക് മക്കൾ വരണം എന്ന് പറയുന്നുണ്ട് അല്ലേ? കുറെ നമ്മൾ ചിലരൊക്കെ വലുതാവുന്ന അവരുടെ വഴിക്ക് വിട്ടുകൊടുക്കും. നമുക്ക് കുറെ പ്രതീക്ഷകൾ അത് പാടില്ല എന്ന് പറയുന്ന മക്കളില് നമ്മൾ ആ വഴിക്ക് നീക്കാൻ നോക്കുക. പ്രതീക്ഷയും ചിറകൊക്കെ വെക്കേണ്ടത് അവർ തന്നെ. ചിറക് മുളപ്പിക്കാനായിട്ടുള്ള ശ്രമം, മുളയ്ക്കുന്നവരെ നമ്മൾ അവരുടെ ഒന്ന് കൈകാര്യം ചെയ്യും. വീട് കാസർഗോഡാണ് എൻ്റെ അധ്യാപക ജീവിതത്തിൽ അധികവും ചെലവഴിച്ചേക്കുന്നത്. അവസാന ഒരു 5 വർഷം ചുള്ളി ഗവൺമെൻറ് LP സ്കൂളിൽ വർക്ക് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഈ നാടുമായിട്ട് ഒരുപാട് പരിചയമില്ല, ചെറിയൊരു പരിചയം മാത്രമേ. ജനിച്ചു വളർന്നത് പാപ്പരശ്ശേരിയിൽ, നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് അങ്ങ് പോയി. മക്കള് അമ്മ ഉമ്മയാണെന്ന് പറയില്ലേ? അമ്മ എന്ന സത്യവും അപ്പനൊരു വിശ്വാസവും ആണെന്ന് പറയണം. അമ്മ ആരെയാണോ ചൂണ്ടിക്കാണിക്കുന്നത് ആളാണ് അപ്പൻ. തീർച്ചയായിട്ടും അമ്മ എന്താണ്, നമുക്ക് അമ്മയെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എല്ലാവർക്കും അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും കണ്ടെന്ന് പറയും. അങ്ങനെയാണ് പഴയ അമ്മ. പക്ഷെ ഇപ്പോഴത്തെ അമ്മമാര് കുറെയൊക്കെ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അതിലേക്ക് നമുക്ക് പോകണ്ട. പഴയ അമ്മയാണ് അമ്മ. മോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിയായി. പിന്നെ അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അമ്മച്ചി തന്നെ അമ്മയാണ് നമ്മുടെ
എന്നെ കല്യാണം കഴിച്ചു വിടുന്നത് 8 മക്കളുണ്ട്. എനിക്ക് മൂത്ത മോന് വൈകിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മൾ വളർന്ന സാഹചര്യത്തിൽ നിന്ന് വേറെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു തന്ന എൻ്റെ അമ്മച്ചിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് ഒരുമാതിരിയൊക്കെ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും സ്വന്തം അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ? ആരുടെയെങ്കിലും സ്വന്തം അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ? അതൊക്കെ ഭാഗ്യം. കാരണം ദൈവത്തിന് എല്ലാ സ്ഥലത്തും വരുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അമ്മമാരെ നൽകിയത്. അമ്മ എന്ന് പറഞ്ഞാൽ ഒരു ഊർജ്ജമാണ്, ഒരു വികാരമാണ് ഒരു സംഭവം. അതായത് എനിക്ക് എൻ്റെ അമ്മയെ കുറിച്ച് ഓർക്കുമെന്ന് പറഞ്ഞാൽ സ്കൂളിലോട്ട് വരുമ്പോൾ കോളേജിൽ പോയിട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ ഒന്നെനിക്ക് അലക്കട കല്ലിൻ്റെ അവിടെ, അല്ലെങ്കിൽ മുറ്റത്തെ ഏതെങ്കിലും സ്ഥലത്ത് ചൂലായിട്ട്, അതിലേക്ക് പശുവിൻ്റെ പുല്ല് പറിക്കുന്നത്, പശുവിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും നമ്മൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കനാലിമേന്ന് താഴേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മളങ്ങനെ ഇറക്കുമ്പോൾ കാണുന്നത് അങ്ങനെയാണ്. 10 മക്കളുള്ള വീട്ടിലേക്കാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഉടനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അമ്മയും അപ്പനും എല്ലാവരും കൂടി ആയി കഴിഞ്ഞപ്പോൾ നല്ലൊരു സന്തോഷമായിരുന്നു. പിന്നെ എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ 3 മക്കളുണ്ട്. ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഇതിൽ വരുന്നത് കൊണ്ട് കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം പറയാനായിട്ട്. അല്ലാണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും അവരുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. ഇപ്പം നമ്മൾ പറയുമ്പോൾ അത്യാവശ്യം ഭംഗിയായിട്ട് പറയാം. ഓക്കെ, എനിക്ക് 3 മക്കളാണ്, ഒരാണ് 2 പെണ്ണ്. പിന്നെ ഞങ്ങൾക്ക് താമസിക്കുന്ന ഇവിടെ മോങ്ങളുടെ വീട്ടിലേക്ക് പോകും. പിന്നെ ഒരമ്മയെന്ന നിലയിൽ സംതൃപ്തിയാണ്. മക്കളെ നോക്കി നല്ലൊരു സൗഭാഗ്യത്തിലാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. അമ്മ എന്ന ആള്, അതായത് അമ്മയുടെ സ്നേഹം ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അമ്മമാരോട് കാണിക്കുന്ന സ്നേഹം ഇപ്പോഴത്തെ അമ്മമാരോട് മക്കൾ കാണിക്കുന്നുണ്ടോ എന്ന്. കാരണം എൻ്റെ മക്കൾ പറയും ഇപ്പോഴും 80 വയസ്സാവാറായി അമ്മയ്ക്ക്, എന്നിട്ട് അമ്മയ്ക്ക് എന്ത് സ്നേഹം ഇപ്പോഴും അമ്മോട് കാണിക്കണേ. ഇപ്പോഴത്തെ ഇപ്പം നമുക്ക് ഒരു അമ്മയ്ക്ക് ഒരു വയ്യാന്നങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ പിള്ളേരോട് പെട്ടെന്നൊന്നും അവരങ്ങോട്ട് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ പണ്ടത്തെ സ്നേഹം അമ്മമാരോട് കാണിക്കണ ഒരു ഇത് ഇപ്പോഴത്തെ അമ്മമാരോട് മക്കൾ കാണിക്കണുണ്ടോ എന്ന് എനിക്കൊരു അതൊരു വ്യത്യാസമുണ്ട്. നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ മക്കൾ കണ്ടുപഠിക്കുന്നത്. നമ്മളത് കാണിച്ചു കൊടുക്കാൻ മാത്രമേ അത് മക്കളിൽ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ആ പഴയ തലമുറക്കാർക്ക് തമ്മിലുള്ള നമ്മൾ തന്നെ നമ്മുടെ ഭർത്താവിന്റെ അമ്മയെ അപ്പനെയും നമ്മൾ എങ്ങനെ നോക്കുന്നോ, നമ്മൾ ഏത് രീതിയിൽ അവരോട് പെരുമാറുന്നോ എന്നതൊരു കൊച്ചു മക്കൾ മുതൽ അവര് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരത് ഭാവിയിൽ തിരിച്ചു പ്രയോഗിക്കുമെന്നതിന് യാതൊരു സംശയവും ഇല്ല. എൻ്റെ അനുഭവത്തിൽ എനിക്ക് നന്നായിട്ട് അത് പറയാനറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവര് അമ്മായിമാരായി കഴിയുമ്പോ ഈ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. അതിന്റെ കാരണം എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ശരിക്കും അധികാരം, അതായത് വിധിയുണ്ട്. അത് എത്രയോ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. വിക്രമാദിത്യന്റെ നമ്മള് കടലും കൊണ്ടുവരണം, കുഴപ്പമില്ല. വിക്രമാദിത്യ സ്ഥലത്തിലെ ആളായിരുന്നല്ലോ നമ്മുടെ വരരുചിയുടെ കഥ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? എന്ത് സംഭവിച്ചു? വരരുചിക്ക് ഒരു വിധി ഉണ്ടായിരുന്നു, ഒരു പറയത്തി പെണ്ണിനെ കെട്ടണമെന്ന് വിധി ഉണ്ടായിരുന്നു. എന്നിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യയിലെ ഉജ്ജയിലെ അദ്ദേഹത്തിന്റെ സദസ് ആ സമയത്ത് ആ ജനിച്ച എല്ലാ പെൺകുട്ടികളെയും കൊന്നുകളയാൻ പറഞ്ഞു. അതില് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയെ കൊല്ലാതെ തലയിൽ ഒരു പന്തവും കുത്തി കുലുക്കി വിട്ടു. നേരെ അത് പോന്നു എവിടേക്ക്? സൗത്ത് ഇന്ത്യയിലേക്ക് പോന്നു. ഇയാളെന്ന് വിചാരിച്ചു അവിടെ കിടന്നു കഴിഞ്ഞാൽ പ്രശ്നം വിചാരിച്ച് അതെല്ലാം രാജിവെച്ച് നേരെ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു. ആ കഥ കേട്ടില്ലേ നമ്മൾ? ഒരു വീട്ടിൽ കയറി ചെന്ന് ഒരു ചോദിച്ചു, എനിക്ക് ഭക്ഷണം കഴിക്കാൻ തരാൻ പറഞ്ഞു. അപ്പൊ കണ്ടീഷൻ പറഞ്ഞു, എനിക്ക് 100 കൂട്ടം കറി വേണം, എന്നെ അത് കഴിഞ്ഞ് എന്നെ ചുമക്കാൻ 4 പേര് വേണം, തിന്നാൻ 4 പേരെ തന്നെ എന്നൊക്കെ പറഞ്ഞു. വേഗം പെണ്ണ് പറഞ്ഞു, പോലെ ഞാൻ ഭക്ഷണം തരാൻ പറഞ്ഞു. ഞാൻ ഇഞ്ചി കൂട്ടി കറി കൊടുത്തു, കിടക്കാൻ കൊടുത്ത കഥ നമുക്കറിയാം. പിന്നീട് പോയി ഇവർ പോണ സമയത്താണ് തലയിൽ തപ്പിപ്പോ ചോദിക്കുന്നത് ഇത് എന്താ പാടാന്ന്. അപ്പൊ പറയും, ഞാൻ ആ വീട്ടിലെ മോളല്ല, എന്നെ ഒഴിഞ്ഞ് കിട്ടിയതാണ്, അന്ന് പന്തം കുത്തിയ ആ ഓട്ടയാണ്. അപ്പൊ വിധാതാവിന്റെ വിധിക്ക് മാറ്റം വരുത്താൻ സാധാരണ നമ്മൾ തന്നെ എന്ത് പേരും വിളിക്കാം.
നമ്മൾ ജനിച്ചപ്പോൾ ഈ മൊബൈലിൽ ഉണ്ടാക്കുന്ന ചിപ്പ് ഉണ്ട്, ഇതിൽ ഫോട്ടോ എടുക്കാം, മെസ്സേജ് കിട്ടാം ഉണ്ട്. അതൊന്നും ഇല്ലാത്ത വേറെ മൊബൈലുണ്ട്, അത് മൊബൈലാണ്. ആ ചിപ്പിനകത്തുള്ളത് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല, അത് മെസ്സേജ് കിട്ടും, വേണ്ടി ഫോൺ ചെയ്യാം. അപ്പൊ നമ്മളൊക്കെ ജനിക്കുമ്പോൾ സ്ക്രിപ്റ്റോട് കൂടിയാണ് വരുന്നത്. എനിക്ക് അറിയാവുന്ന ഒരു കൊച്ചു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. ശരിയാവാം തെറ്റാവാം. ഈ സ്വർഗവും നരകവും നമ്മളെ സഭ പഠിപ്പിക്കുന്നതും എല്ലാം സ്വർഗവും നരകവും വേറൊരു സ്ഥലത്താണെന്ന്. എല്ലാം ഇവിടെ തന്നെയാണ്. എന്നാൽ സ്വർഗം ഇല്ല എന്ന് ഞാൻ പറയണില്ല. നമ്മുടെ വിശ്വാസം അനുസരിച്ച് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു സ്വർഗം വേറെ സ്ഥലത്തുണ്ടെന്ന്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ കഷ്ടതകൾ മാത്രം അനുഭവിച്ചാൽ മതി, സ്വർഗത്തിൽ പോയിട്ട് ഇനി അവിടെ അനുഭവിക്കാം എന്ന് പറയുന്നതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് വിരോധമുണ്ട്. നമുക്ക് അത്യാവശ്യം സന്തോഷം ഇവിടെ അനുഭവിക്കേണ്ടത് ഇവിടെ തന്നെ അനുഭവിച്ച് പോകണം. അല്ലാതെ വേറൊരു സ്ഥലത്ത് ഇനി മരിച്ച് അവിടെ ചെന്നിട്ട് അനുഭവിക്കുക എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. പക്ഷേ നമുക്കൊരു ആത്മാവുണ്ട്, ആ ആത്മാവ് ചെന്ന് നമ്മൾ അവിടെയൊക്കെ ഒരുമിച്ച് കണ്ടുമുട്ടും. റാണി ചേച്ചിയും ഞാനും ഒക്കെ അവിടെ, അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കേട്ടോ, നമ്മളൊക്കെ അവിടെ കണ്ടുമുട്ടും എന്ന് വിചാരിക്കാം. സത്യം, ഒരു സിനിമയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, സിനിമയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അങ്ങോട്ട് പോയിരിക്കുക. 2 മണിക്കൂർ അവിടെ എല്ലാവരുമായിട്ട് കൂടിയിരിക്കുമ്പോൾ ഒരു രസമാണ്, നമുക്ക് സന്തോഷിക്കാം. ഞാൻ എൻ്റെ വീട്ടിലെ ലാലീനെ സ്ഥിരം മിക്കവാറും സിനിമയ്ക്ക് വിളിക്കും. ആൾക്ക് സിനിമയ്ക്ക് പോകുന്നത് കുറച്ച് പഴയ ടൈപ്പ് ആളാണ്. അപ്പോൾ അതാ പഠിച്ചു വന്നേണ കുടുംബത്തിൻ്റെ രീതിയാണ്. ഞാൻ മാത്രമാണ് എൻ്റെ വീട്ടിൽ കുറച്ച് ആളുകളായിട്ട് കോണ്ടാക്റ്റും, എൻ്റെ അനിയന്മാരൊക്കെ കുറച്ചുകൂടി ഇടുങ്ങിയ രീതിയാണ്. ഇക്കഴിഞ്ഞ +2 സ്റ്റേറ്റ് സിലബസ് പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ നേടി നാടിന് അഭിമാനമായ 2 ഇരട്ടക്കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഡേവിസിനെയും നവീന ഡേവിസിനെയും സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം അവരുടെ പിന്നിലെ ശക്തിയായ അമ്മ ആനി ഡേവിസിനെയും സ്റ്റേജിലേക്ക്. തീർച്ചയായിട്ടും അമ്മമാരും ആദരിക്കപ്പെടേണ്ടതാണ് അല്ലേ? കുട്ടികളുടെ മാത്രം വിജയമല്ല, അത് അവരുടെ പിന്നില് ശക്തിയായിട്ട് പ്രവർത്തിക്കാം. നമ്മുടെ തൊട്ടടുത്ത താമസക്കാരിയായുള്ള ആനി ചേച്ചിയുടെ കൂടെ കഴിവാണത്. ഈ കൂട്ടായ്മയുടെ സ്നേഹം അറിയിക്കാനായിട്ട് അവരെ പൂക്കൾ നൽകി അവർക്ക് ആദരവുകൾ കൊടുക്കാനായിട്ട് 3 കുട്ടികളെയും കൂടി ക്ഷണിക്കുന്നു. കൈയടിക്കാം. ഇവർക്ക് മെഡൽ അണിയിച്ച് ഇവരെ ആദരിക്കുന്നതിനായിട്ട് നമ്മുടെ കൃഷിപാഠശാലയുടെ ഉടമയും നമ്മുടെ GSMന്റെ വൈസ് പ്രസിഡന്റും ഈ പരിപാടികളുടെ എല്ലാം രക്ഷാധികാരിയും കൂടിയായ ശ്രീ K. ജോസഫ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ഇവർക്ക് ക്യാഷ് അവാർഡ് നൽകാനായിട്ട് നമ്മുടെ ഈ വനിതാ ക്ലബിന്റെ, വിമൻസ് ക്ലബിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ലില്ലി ജോസഫ് ക്ഷണിക്കുന്നു. ഈ കോഴിക്കോട് ഒരു ഓണം കേരളം മൂലമായിരുന്നു. കാട്ടുമൃഗങ്ങൾ വരെയുണ്ടായിരുന്നു. കാലങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് സ്ഥലം മാറി, സ്ഥാനം മാറി, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കോഴിക്കോടിൽ ആദ്യമാണ് ഒരു വീട്ടിലും 3 കുട്ടികൾക്കും എല്ലാ പരീക്ഷയിലും എല്ലാ വിഷയത്തിനും A+ കിട്ടുക എന്നുള്ളത് ഈ കോഴിക്കോടിൻ്റെ ഒരു അഭിമാനമാണ് ഞാൻ കൂട്ടുന്നു. നമ്മുടെ അത് ഈ കോഴിക്കോട് ഈ കൊച്ചു ഓഡിറ്റോറിയത്തിൽ വെച്ച് നൽകാൻ കഴിഞ്ഞതിൽ എനിക്കും നിങ്ങൾക്കും നമ്മൾക്കും സന്തോഷമുണ്ട്. തുടർന്നവരുടെ വിദ്യാഭ്യാസം ഇതൊക്കെ മേലെ ആവട്ടെ. ഈ നാടിൻ്റെ അഭിമാനമാണെന്ന് കിട്ടു പറഞ്ഞു, ഈ രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും. നമുക്ക് മാതൃതലത്തിൽ ഇങ്ങനെ 2 പിള്ളേരെയും കൂടി അഭിനന്ദിക്കാൻ സന്ദർഭം കിട്ടിയത് ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. ഇവരുടെ ആഗ്രഹം ഇനി നേഴ്സിംഗ് ആണ്. ഇവരും നമുക്ക് പ്രതീക്ഷിക്കാം വിദേശത്തൊക്കെ പോയി. നമ്മൾ കോഴിത്തൂരത്തിൻ്റെ വലിയ അഭിമാനമായിട്ട് സാറ് പറഞ്ഞ പോലെ ഇവർക്ക് ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. വീടൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് ഇവർ.
അപ്പോൾ അങ്ങനെ വിദേശത്ത് പോയി മക്കൾ നല്ല ഇതായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഭയങ്കര താല്പര്യമാണ്. ഞാൻ യൂത്തായിട്ടുള്ള ഒരാളാണ്. എനിക്ക് 57 വയസ്സായി. പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് യൂത്താണ് എപ്പോഴും YMCA ഞാൻ പ്രസിഡൻ്റാണ്. ഞാനത് പറയാൻ കാരണം YMCA യൂത്തൊന്നും വരില്ലായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് യൂത്തിനെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 2 വാക്ക് പറയണമെന്ന് തോന്നിയത്. അമ്മച്ചി പറഞ്ഞത് അമ്മച്ചിയുടെ കഷ്ടപ്പാട് കൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞ അപ്പച്ചനും അമ്മച്ചിക്കും അവരെ തമ്പുരാനും കൂടി ഉണ്ടല്ലോ, അവരെ നമ്മൾ മാത്രമല്ല. അപ്പോൾ മറ്റുള്ളവരും ഇതെല്ലാം കാണുന്നുണ്ട്, നമ്മളെ സഹായിക്കാൻ മനസ്സുള്ളവരുണ്ട്. കുട്ടികൾ പഠിക്കട്ടെ, അവർക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ളത് പറഞ്ഞു കൊടുക്കുക. ആ കഷ്ടപ്പാട് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എങ്കിലും അവർക്ക് എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാവും. ഇത്രയും ജനങ്ങളൊക്കെ ഇടവകയിലുണ്ട്, ജോസഫ് സാറും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പരസ്പരം സഹായിക്കാൻ കഴിയുമെങ്കിൽ ഇവരെ BSc അല്ല അതിൻ്റെ അപ്പുറം പഠിപ്പിക്കാൻ കഴിയും. അമ്മ ഒരിക്കലും പേടിക്കണ്ട, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ പല വഴിക്കുണ്ടാവും. അപ്പോൾ അതിനുള്ള മനസ്സുണ്ടായാൽ മതി. ഞാൻ അമ്മയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എനിക്ക് പേരറിയില്ല, ആനി ചേച്ചിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എപ്പോഴും നമ്മൾ അമ്മമാരെ എപ്പോഴും എടുത്തു കാണിക്കും. കാരണം അമ്മമാരാണ് കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഇതിൽ മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പന്മാർ ഇതെല്ലാം സാഹചര്യങ്ങൾ ഒരുക്കുന്നത് അപ്പന്മാരാണ്. ഒരു സ്ഥലത്തും നമ്മൾ അപ്പന്മാരെ കുറിച്ച് പറയാറില്ല. ഞാൻ ഇത് അനുഭവിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. എല്ലാവരും ചിലപ്പോൾ രണ്ടെണ്ണമൊക്കെ അടിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ എപ്പോഴും സമൂഹത്തിന് മുന്നിൽ മോശക്കാരായിരിക്കും. പക്ഷേ ഈ അപ്പൻ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അമ്മ പണിയെടുത്ത് കൊണ്ടുവന്ന് മക്കളെ വളർത്തുന്നത് മാത്രമേ കാണുള്ളൂ. ഈ അപ്പൻ ഇവർക്കൊരു പോറൽ പറ്റുമ്പോൾ അല്ലെങ്കിൽ ആ ചേച്ചിക്ക് ഒരു പോറൽ പറ്റുമ്പോൾ അകത്ത് നിന്ന് വളരെ വിഷമിക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്നില്ല. കൈയടിക്കാം. നല്ല രീതിയിൽ തന്നെ പരിശ്രമിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ പിന്നെ ദൈവത്തിൻ്റെ കയ്യിലും നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. നിങ്ങളുടെ പഠനത്തിന്റെ രഹസ്യം, അതായത് നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾ ഏതൊക്കെ സമയത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? അതോ എല്ലാ ദിവസത്തെയും വിഷയങ്ങൾ അതാത് ദിവസം തന്നെ പഠിക്കുന്ന രീതിയാണോ? അതാത് ദിവസമൊന്നും പഠിക്കാറില്ല. ഞങ്ങൾ രാത്രി ചിലപ്പോൾ ടീച്ചർമാർ ടെസ്റ്റ് പേപ്പർ പറയുന്ന അങ്ങനെ ചാപ്റ്റേഴ്സ് ഒരുമിച്ച് അങ്ങനെ പഠിക്കാറുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് തന്നെ പഠിക്കാറ്. ഒരാൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ആള് പറഞ്ഞു കൊടുക്കാം. അങ്ങനെയാണ് ഞങ്ങൾ പഠിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ പറയാത്തൊരു കാര്യമുണ്ട്, അപ്പൻ്റെ അമ്മയുടെ കാര്യം. നിങ്ങൾക്ക് അപ്പനും അമ്മയും തന്ന സപ്പോർട്ട് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയണം. നിങ്ങൾ എവിടെ സംസാരിച്ചാലും ആദ്യം അതായിരിക്കും പറയണം. ഇല്ലേ? അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം. അപ്പോൾ അതിൻ്റെ ആ കഷ്ടപ്പാടിൻ്റെ വില കൂടിയാണ്, അല്ല അതിൻ്റെ ആകെത്തുകയാണ് നിങ്ങളുടെ വിജയം. അപ്പോൾ അതുകൂടി അറിയാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പറയാം. അവർ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പാടുകളോടെ തന്നെയാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടില്ല, നിങ്ങൾ മാർക്ക് വാങ്ങിക്കണം, പഠിക്കണം, അങ്ങനെ ഇന്നേ വരെ ഫോഴ്സ് ചെയ്തിട്ടില്ല. പോയിരുന്ന് പഠിക്കുന്ന അങ്ങനെ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഇതായിട്ട് തന്നെ പഠിക്കണം. ഞങ്ങൾ ഒരിക്കലും അവർ ഫോഴ്സ് ചെയ്തിട്ടില്ല. അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കണതും അതും വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോൾ ചോദിച്ചാലും പറഞ്ഞു തരുന്ന ടീച്ചേഴ്സ് തന്നെയായിരുന്നു ഞങ്ങൾ പഠിച്ച സ്കൂളിൽ ഉണ്ടായിരുന്നത്. എപ്പോൾ ചോദിച്ചാലും അവർ പറഞ്ഞു തരും. പിന്നെ അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഡൗട്ടുകളൊന്നും അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല. അവരെടുക്കുന്നതൊക്കെ നന്നായി നല്ല രീതിയിൽ വ്യക്തമായിട്ട് തന്നെയാണ് ടീച്ചർമാർ എടുത്തുകൊണ്ടിരുന്നത്. നല്ലോണം പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ വീട്ടിൽ ജീവിച്ചാൽ പഠിക്കാൻ പോകുമെന്ന് പറയാനും ഒരു അമ്മയപ്പനും അങ്ങനെ സമ്മതിച്ചില്ല. അവർ വല്ല അരി തേടിയൊക്കെ പോകും. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞവരാരും ഉണ്ടായിട്ടില്ല അന്ന്. ഇപ്പം വെച്ച് നോക്കുമ്പോൾ ഒന്ന് പഠിച്ചെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇവർ പഠിക്കാതെ വല്ല നേരം വഴിയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറയും, മക്കളെ പഠിച്ചാലും ഇന്നത്തെ കാലത്ത് വിലയുള്ളൂ. കാശിനല്ല വില, കാശിനും വിലയുണ്ട്, പഠിപ്പിനും വിലയുണ്ട്. എന്നിട്ട് പഠിപ്പില്ലാണ്ട് ഇന്ന് ബുദ്ധിമുട്ടാണ്. ആൾക്കാരുടെ മുമ്പിലൊന്ന് ചമ്മി ചെറിഞ്ഞ് ഇങ്ങോട്ടൊക്കെ നിൽക്കേണ്ടവർ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇപ്പോഴും പറയാറുണ്ട്. ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരു മാർക്ക് മേടിച്ച് എല്ലാ ക്ലാസ്സിലും നല്ല മാർക്ക് മേടിച്ച് അങ്ങനെയൊക്കെ നോക്കിയെടുത്താൽ. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല, എന്നോട് പറയണം.